എന്തുകൊണ്ടാണ് സംഘപരിവാരം രാമനെ ഏറ്റെടുക്കുന്നത്? അതിനൊരു കാരണം വേണമല്ലോ. എന്തുകൊണ്ട് ഭദ്രകാളി ഏറ്റെടുത്തില്ല? എന്തുകൊണ്ട് അയ്യപ്പനെ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ട് വിജയിച്ചില്ലല്ലോ? എന്തുകൊണ്ടാണ് രാമനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം മധുര ജന്മഭൂമിയെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റാരേക്കാട്ടിലും ഉപരിയായി രാമനെ ഏറ്റെടുക്കാൻ സംഘപരിവാരത്തെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകമേ ഉള്ളൂ? ഇന്ത്യയിലെ മറ്റ് ആര്യൻ ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചാതുർവർണ്ണ്യത്തിനും ബ്രാഹ്മണ്യത്തിനുമായി നിലകൊണ്ട ഒരേ ഒരു ദൈവമേ ഉള്ളൂ, രാമന. മറ്റാരും ഇത്രമാത്രം നിലകൊണ്ടിട്ടില്ല. കാരണം താടകയെ കൊല്ലുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, ബ്രാഹ്മണ്യത്തിൻ്റെ ഹിതത്തിനു വേണ്ടിയാണ്, ചാതുർവർണ്ണ്യത്തിൻ്റെ ഹിതം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് താൻ താടകയെ കൊല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. ബാലിയെ കൊല്ലുമ്പോഴും പറയുന്നുണ്ട്, താൻ മനുവിൻ്റെ ശാസനമനുസരിച്ചാണ് ബാലിയെ കൊല്ലുന്നത് എന്ന് പറയുന്നുണ്ട്. രാമായണം വാൽമീകി രാമായണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാവണനും രാമനും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയാണല്ലോ. അങ്ങനെ വലിയ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഹിതം നടപ്പിലാക്കുന്ന രാമൻ ജയിക്കട്ടെ എന്നാണ് ദേവന്മാരും സിദ്ധതാപസന്മാരും എല്ലാം രാമന് കീജയി മുഴക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ രാമൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിനും ചാതുർവർണ്ണ്യത്തിനും വേണ്ടി നിലകൊണ്ട ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായതുകൊണ്ടാണ് രാമൻ സ്വീകരിക്കുന്നത്.